ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതിയിലെ 3ാമത്തെ ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി വരുന്ന ഒരു മട്ടത്രികോണത്തിൻ്റെ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളുടെ റേഷ്യോ 1:1:√1. അതായത് ഈ മട്ടത്രികോണത്തിൻ്റെ ഓരോ കോണിൻ്റെയും എതിരെ കിടക്കുന്ന വശങ്ങളുടെ അംശബന്ധം 1:1:√2 ആണ്. അതേപോലെ 30, 60, 90 ഡിഗ്രി വരുന്ന ഒരു മട്ടത്രികോണത്തിൻ്റെ ഓരോ കോണിൻ്റെയും എതിർവശത്ത് വരുന്ന വശങ്ങളുടെ നീളത്തിൻ്റെ അംശബന്ധം 1:√3:2 ആണ്. ഇനി ഈ 30, 45, 60 അല്ലാത്ത വേറെ കോണുകളുടെ അളവുകൾ വന്നാൽ അതിൻ്റെ വശങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. അതായത് ഈ മട്ടത്രികോണത്തിലെ ഈ കോണിൻ്റെ അളവ് 40 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 30, 45, 60 പെടാത്ത ഒരു കോണിൻ്റെ അളവാണ് 40 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വശം തന്നിരിക്കും, കർണവോ ഏതെങ്കിലും ഒന്ന് തന്നിരിക്കും. അപ്പോൾ മറ്റു വശങ്ങൾ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഇത്. വളരെ പണ്ട് തന്നെ മാത്തമാറ്റീഷ്യൻസ് ഇതിൻ്റെ വിലകൾ ദശാംശ രൂപത്തിൽ ഡെസിമൽ ഫോമിൽ കണ്ടുപിടിച്ച് ടേബിളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ടേബിൾ ഒന്നും കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. ഞാൻ ടേബിൾ ഇവിടെ കാണിക്കാം. ഇതിൽ ഒരൊറ്റ വാല്യൂ പോലും നമ്മൾ കാണാതെ പഠിക്കേണ്ട. പക്ഷേ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഓരോ വിലകളും കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് എക്സാമിൻ്റെ സമയത്താണെങ്കിലും ചോദ്യത്തിൻ്റെ കൂടെ 3 വിലകൾ തന്നിരിക്കും. അത് ഏതാണ് ആ 3 എണ്ണം എന്നുള്ളത് നമ്മൾ പഠിക്കും. ഈ വീഡിയോയിൽ 2 എണ്ണം പഠിക്കും, പിന്നെ 3ാമത്തത് പഠിക്കും. അപ്പോൾ ആ വിലകൾ വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് ഒരു മട്ടത്രികോണം, ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്, അതാണല്ലോ ഏറ്റവും വലിയ സൈഡ്. അതായത് 90 ഡിഗ്രിയുടെ നേരെ എതിർവശത്ത് കിടക്കുന്നതാണല്ലോ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. ഇനി ഈ 40ൻ്റെ നേരെ എതിർവശത്ത് കിടക്കുന്നതാണ് 40ൻ്റെ എതിർവശം. നമ്മൾ ഏത് കോണാണോ എടുക്കുന്നത് അതിൻ്റെ എതിർവശമാണ് എടുക്കേണ്ടത്. അപ്പം ഞാൻ 2 തരത്തിൽ വരച്ച് കാണിക്കാം. ഇനി 40ൻ്റെ അടുത്ത് കിടക്കുന്നത് സമീപവശം, അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഈ 3 വശങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് എപ്പോഴും കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് മാറുന്നില്ല. അത് മട്ടകോണിൻ്റെ നേരെ എതിരെ കിടക്കുന്നതാണ്. ഇനി ഞാൻ വേറൊരു രീതിയിൽ ട്രയാങ്കിൾ വരച്ച് കാണിക്കാം. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ഈ കോണിൻ്റെ അളവ് 35 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 30, 60, 45 പെടാത്തതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ നമുക്കറിയാം കർണം മാറുന്നില്ല. കർണം എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അത് 90യുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. അത് മാറുന്നില്ല. മറ്റേ 2 വശങ്ങളും നമ്മൾ എടുക്കുന്ന കോണിനെ അനുസരിച്ചിട്ട് എടുത്തോണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 35ൻ്റെ നേരെ എതിർവശത്ത് കിടക്കുന്ന 35 ഡിഗ്രി കോണിൻ്റെ നേരെ എതിർവശത്ത് കിടക്കുന്നതാണ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് 35 ഡിഗ്രി. എതിർവശം 35ൻ്റെ എതിർവശം. ഇനി ഇതെന്താ? 35ൻ്റെ സമീപവശമാണ്, സമീപവശം അഥവാ അഡ്ജസൻറ്റ് സൈഡ്. മനസ്സിലായല്ലോ. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ 3 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണ് പഠിക്കുന്നത്. ആ പേര് നമ്മൾ പിന്നീട് പഠിക്കും. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്നുള്ളത് ത്രികോണമിതിയിലെ അംശബന്ധങ്ങൾ, അതായത് വശങ്ങൾ കോണുകളും തമ്മിലുള്ള അംശബന്ധങ്ങളാണ്. അപ്പോൾ ഈ ആദ്യത്തെ ഫിഗർ വെച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ 40 ഡിഗ്രി വെച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞു കോണും വശങ്ങളും തമ്മിലുള്ള ഒരു അംശബന്ധമാണ്. അപ്പോൾ ആദ്യത്തെ പേര് 3 എണ്ണം നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അതിൽ 2 എണ്ണമാണ് ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ആദ്യത്തേതാണ് സൈൻ, SINE, സൈൻ. ഇവിടെ ഇതിനെ ഷോർട്ടായിട്ട് SIN എന്ന് എഴുതിയാലും മതി. സൈൻ ഓഫ് സൈൻ 40 എന്ന് വെച്ചാൽ 40 ഡിഗ്രിയുടെ എതിർവശം ബൈ കർണം. 40 ഡിഗ്രിയുടെ എതിർവശം
ബൈ കർണം. മനസ്സിലായോ? സൈൻ എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർണമാണ്. അപ്പൊ ഇവിടെ 40 പകരം 35 എടുക്കുക. രണ്ടാമത്തെ ഫിഗറൻസ് 35 എടുക്കുകയാണെങ്കിൽ അതിന്റെ എതിർവശം ബൈ കർണം. കർണം മാറുന്നില്ല അല്ലെ? കർണം എപ്പോഴും 90ന്റെ നേരെ എതിർവശത്താണ്. അപ്പോൾ നമുക്ക് ഈ സൈൻ്റെ വില, സൈൻ 40ന്റെ വില അറിയണം. അതാണ് ആ ടേബിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ടേബിളിൽ ഈ സൈൻ്റെയും കോസിൻ്റെയും വിലയുണ്ട്. അപ്പൊ കോസ് എന്താണെന്ന് നമുക്ക് നോക്കാം. കോസ് 40 എന്ന് പറഞ്ഞാൽ കൊസൈൻ ഓഫ് 40 പക്ഷെ കോസ് 40 നമ്മൾ എഴുതുന്നുള്ളൂ. കോസൈൻ എന്നാണ് ഇത് വായിക്കുന്നത്. അപ്പൊ കോസ് എന്ന് ഇനി പറഞ്ഞാൽ മതി. കോസൈൻ ആണെങ്കിലും കോസ് എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ കോസ് 40 എന്ന് പറയുമ്പോൾ 40 ഡിഗ്രിയുടെ സമീപവശം, ഇതാണല്ലോ 40 ഡിഗ്രി. അതിന്റെ സമീപവശത്തിന്റെ നീളത്തിനെ കർണം കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 40യുടെ അഡ്ജസന്റ് സൈഡ്, അടുത്തുള്ള സൈഡ്, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ എന്ന് പറയുമ്പോൾ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ 2 പോയിന്റുകൾ ഓർത്തിരിക്കുക. ഇപ്പൊ സൈൻ എന്ന് പറഞ്ഞാൽ SIN എന്ന് എഴുതിയാൽ മതി. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഏത് ആംഗിളാണോ എടുക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഇവിടെ വരുവാണെങ്കിൽ 35 വരുമ്പോൾ 35ന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് എന്ന് പറയുമ്പോൾ 35ന്റെ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, സമീപവശം ബൈ കർണം. ഇനി ഈ സൈൻ 40യുടെയും കോസ് 40യുടെയും വിലകളൊക്കെ ആ ടേബിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും. ഈ ടേബിളിലെ ആദ്യത്തെ കോളമാണ് സൈൻ്റെ കോളം, രണ്ടാമത്തെ കോളമാണ് കോസിന്റെ കോളം. ഓരോ ആംഗിളിന്റെ, അതായത് 1 മുതൽ അതിനകത്ത് കിടപ്പുണ്ട് 89 വരെ ഉണ്ട്. അപ്പോൾ ഓരോ ആംഗിൾ, നമ്മുടെ കയ്യിലുള്ള ആംഗിളിന്റെ നേരെയുള്ള സൈൻ്റെയും കോസിന്റെയും വിലകൾ എടുത്താൽ മതി. ഇവിടെ ദശാംശ രൂപത്തിലാണ്, ഡെസിമൽ ഫോമിലാണ്. 4 ഡെസിമൽ പോയിന്റിന് ശേഷം 4 അക്കം ഉണ്ട്. പിന്നെ ഇത് ഏകദേശ വിലയാണ്, അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഏകദേശ വില ആയതുകൊണ്ട് നമ്മൾ ഈക്വൽ ടു സൈനിന് പകരം ഈ ഒരു സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈക്വൽ ടു തന്നെ ഒന്ന് വളഞ്ഞിരിക്കുന്നു. അപ്രോക്സിമേറ്റ് വാല്യൂ ആയതുകൊണ്ടാണ് നമ്മൾ ഈ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈക്വൽ ടു സൈൻ ഇട്ടെന്നും പറഞ്ഞ് തെറ്റൊന്നുമല്ല. പിന്നെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഡെസിമൽ പോയിന്റ് ശേഷമുള്ള 4 ഡിജിറ്റും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. റൗണ്ട് ചെയ്ത് 2 ഡിജിറ്റ് എടുത്ത് സോൾവ് ചെയ്താലും മതി. പിന്നെ എക്സാമിനാണെങ്കിൽ നമുക്ക് ഇതിന്റെ വാല്യൂസ് സൈൻ, കോസ്, പിന്നെ മൂന്നാമത്തെ ടാൻ ആണ്. അതിന്റെ 3ന്റെയും വിലകൾ തന്നിരിക്കും. നമ്മുടെ കോണിന്റെ അളവിന്റെ മാത്രം. 40 ഡിഗ്രി ആണെങ്കിൽ സൈൻ 40, കോസ് 40, ടാൻ 40. ഇത് 3ന്റെയും വിലകൾ തന്നിരിക്കും. അല്ലാതെ നമ്മൾ ഈ ടേബിളൊന്നും എക്സാം ഹോളിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ടേബിളിലെ ഒരു വാല്യൂ കാണാതെ പഠിക്കണ്ട. അതിൽ ഏതാണ് സൈനാണോ കോസാണോ ടാൻ ആണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ ഏരിയ കാണാനും അതോ പരപ്പളവ് കാണാനും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് സൈൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ 30 ഡിഗ്രിയുടെയും 45 ഡിഗ്രിയുടെയും 60 ഡിഗ്രിയുടെയും കണ്ടുപിടിക്കാവോ ഇല്ലയോ എന്നും കൂടെ ഒന്ന് നോക്കാം. 30, 60, 90യുടെ റേഷ്യോ എന്താണ്? 1:√3:2. അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ ആ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഇതാണ് 30 ഡിഗ്രി എന്ന് വിചാരിക്കാം. അപ്പോൾ 30 നമുക്ക് സൈൻ വേണം. ആദ്യം സൈൻ 30 വേണം. സൈൻ എന്ന് പറയുമ്പം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലെ? ഇത് 30യുടെ എതിർവശത്ത് എത്രയാണ്? ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 1 ആണ്. 60യുടെ ഓപ്പോസിറ്റ് √3 ആണ്. ഇവിടെ 2 ആണ് അല്ലെ? അപ്പൊ സൈൻ 30 എന്ത് വന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ 30ന്റെ എതിർവശം, അത് 1, 30ന്റെ എതിർവശം ബൈ കർണം. കർണം എത്രയാണ്? 2. ഈ 1/2 എന്ന് പറയുന്നത് നമുക്ക് ഹാഫ് ആണെന്നറിയാം, അല്ലെങ്കിൽ 0.5 ആണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇത് ആ ടേബിൾ എടുത്ത് നോക്കുമ്പോൾ 0.5000 എന്ന് കിടക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ അറിയാവുന്ന, അതായത് 30, 60, 90 വെച്ചിട്ടുള്ളതിന്റെ വിലകളും ഈ ടേബിളിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി സൈൻ 60 വേണമെങ്കിലോ? സൈൻ 60
സൈൻ 60. അപ്പൊ 60 എന്ന് പറയുന്ന ഈ ആംഗിൾ ആണല്ലോ, അതിന്റെ എതിർവശം ബൈ കർണം, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ 60 എടുത്തോണ്ട് 60യുടെ ഓപ്പോസിറ്റ് സൈഡ് √3 ബൈ കർണം എത്ര 2 ആണ്. അപ്പൊ √3/2 ഇതിന്റെ വിലയും ആ ടേബിളിലുണ്ട്. ഇനി കോസ് നോക്കിയാലോ, കോസ് 60 എടുത്താലോ. കോസ് എന്ന് പറയുമ്പോൾ 60 ആണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിള് ബ്ലാക്ക് കളറിൽ. കോസ് എന്ന് പറയുമ്പോൾ എന്താ, കൊസൈൻ. കോസ് എന്ന് പറഞ്ഞാൽ സമീപവശം ബൈ കർണം, അഡ്ജസന്റ് സൈഡ് ബൈ കർണം. കർണം മാറുന്നില്ലല്ലോ, ഹൈപ്പോട്ടന്യൂസ് ആണ്, അതായത് ഈ മട്ടകോണിന്റെ നേരെ എതിർവശമുള്ളത്. പിന്നെ അഡ്ജസന്റ് സൈഡ് എത്രയാണ്, 1 ആണ്. 1/2. 1/2 0.5000 എന്ന് നമുക്ക് ആ ടേബിളിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെ വിലകളും നമുക്ക് ആ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഈ 30, 60, 90യുടെയും 45, 45 90യുടെയും അതും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ 45, 45, 90 അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകളുടെ റേഷ്യോ 1:1:√2 ആണ്. അപ്പം നമുക്ക് സൈൻ 45 ആണ് വേണ്ടതെങ്കിൽ 45ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഏത് 45 വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പം ഈ 45 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 1:1√2 ഇങ്ങനെയാണല്ലോ റേഷ്യോ. അപ്പോൾ ഓപ്പോസിറ്റ് കിടക്കുന്ന എന്താണ്, 1 ബൈ കർണം √2. അപ്പം സൈൻ 45 കോസ് 45 വേണമെങ്കിലോ, കോസ് 45 എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ് സമീപവശം, ഈ 45ന്റെ സമീപവശം 1 അല്ല, 1/√2. സൈൻ 45ന്റെയും കോസ് 45ന്റെയും വില ഒന്ന് തന്നെയാണെന്ന് നമുക്ക് ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതൊരു ടേബിളാക്കി ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ തന്നെയാണ് നമുക്ക് ആ ടേബിള് കാണാൻ സാധിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് പേജിൽ കിടപ്പുണ്ട്. ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പേജിൽ കിടപ്പുണ്ട്. അപ്പൊ ആദ്യത്തെ കോളമാണ് സൈൻ്റെ കോളം, രണ്ടാമത്തെ കോളം കോസിൻ്റെത്. ഇവിടെ താഴോട്ട് കോണുകൾ, ആംഗിളുകൾ തന്നിരിക്കും. ഇവിടെ ഈ ടേബിളിൽ ഞാൻ 30, 45, 60 ഇത് മാത്രമാണ് കാണിക്കുന്നത്. അപ്പൊ സൈൻ 30 എത്ര കിട്ടി, 1/2 എന്ന് കിട്ടി അല്ലേ. സൈൻ 45 1/√2, സൈൻ 60 √3/2 എന്ന് കിട്ടി. കോസ് 30 ഇപ്പൊ നോക്കുന്ന കേട്ടോ, കോസ് ഇവിടെ എടുക്കുന്ന 30 ഇവിടെ 30യുടെ നേരെ അത് √3/2 ആണ്, 1/√2 ആണ്. കണ്ടോ ഇവിടെ സൈൻ്റെയും കോസിൻ്റെയും വിലകൾ സെയിം ആയിട്ട് വന്ന കണ്ടോ, 1/√2 1/√2 ഇവിടെ 1/2 ആണ്. ഇതിനി നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും വാല്യൂസ് ഇട്ട് കണ്ടുപിടിക്കാം, അതായത് റേഷ്യോ വെച്ചിട്ട്, അല്ലാതെ ടേബിളിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി 30, 45, 60യുടെ ചിലപ്പോൾ വിലകൾ, അതായത് ദശാംശ രൂപത്തിൽ ഡെസിമൽ ഫോമിലുള്ള വിലകൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കൂടെ തരികയില്ല. അതായത് ഈ വലിയ ടേബിളിൽ നിന്നുള്ള, ടെക്സ്റ്റ് ബുക്കിലെ വലിയ ടേബിളിൽ നിന്നുള്ള ആ വിലകൾ തരികയില്ല. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ വിലകളാണ്. അപ്പോൾ ഇത് മറന്നു പോകരുത്. ഇനി നമുക്ക് ഈ ത്രികോണത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് എങ്ങനെ കാണാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് വശങ്ങൾ, അതിൻ്റെ നീളങ്ങൾ 6 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററാണ്. അതിൻ്റെ രണ്ടിനെയും കൂടെ ഇടയ്ക്കുണ്ടാകുന്ന കോണാണ് 50 ഡിഗ്രി അല്ലേ. അപ്പൊ ഇതിന്റെ പരപ്പളവ് കാണാം. നമുക്ക് ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ. ഹാഫ് ഇൻറ്റു പാദം ഗുണം ലംബം. ഇവിടെ പാദമായിട്ട് നമുക്ക് ആരെ എടുക്കാം, ഈ 6 സെന്റിമീറ്ററിന് എടുക്കാം. പക്ഷെ ലംബം ഉണ്ടോ, ലംബം നമ്മൾ വരയ്ക്കണം അല്ലേ. ലംബം ഞാൻ ഇവിടെ റെഡ് കളറിൽ വരച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലംബത്തിന്റെ ഉയരം നീളം കാണണം. ഇത് മട്ടത്രികോണമാണ് അല്ലേ. അപ്പം മട്ടത്രികോണം ആകുമ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന കോൺ എത്രയാണ്, 50 ആണ്. അത് 30, 45, 60 കോണിൽ പെടുന്നതല്ല. അപ്പം നമ്മൾ ടേബിൾ യൂസ് ചെയ്യണം. അപ്പം ഇവിടെ ഏരിയ അഥവാ പരപ്പളവിന് ഞാൻ പറഞ്ഞു സൈനാണ് ഉപയോഗിക്കുന്നത്. സൈൻ എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ 50, കോൺ 50 അല്ലേ. സൈൻ 50 എന്ന് പറഞ്ഞാൽ എന്താ, എതിർവശം ബൈ കർണം അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഇതാണല്ലോ സൈൻ.
അപ്പോൾ എതിർവശം ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? എതിർവശം നമുക്കറിയാവോ? ഇല്ല. ബൈ, അപ്പോൾ എച്ച് എന്ന് നമുക്ക് എടുക്കാം. ബൈ കർണം എത്രയാണ്? ഹൈപ്പോട്ന്യൂസ് എത്രയാണ്? 4 ആണ്. ഇത് സൈൻ 50യുടെ വാല്യൂ എത്രയാണ് നമുക്ക് ടേബിളിൽ നോക്കി കണ്ടുപിടിക്കണം. 50യുടെ നേരെ ഒന്നാമത്തെ കോളത്തിൽ 0.7660 എന്ന് കണ്ടോ? അതാണ് സൈൻ 50യുടെ വില. അപ്പോൾ ഈ സൈൻ 50യുടെ നേരെ താഴെ എന്തെഴുതാം? 0.7660 എന്ന് എഴുതാം. ഇനി ഹൈറ്റ് കാണണ്ടേ? അതിന് നമ്മൾ ഇത് തമ്മിൽ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 4 × 0.7660 ചെയ്താൽ മതി. ഞാൻ പറഞ്ഞിരുന്നു ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈ സിമ്പിളാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഈക്വൽ ടു സൈൻ ഇട്ടെന്നും പറഞ്ഞ പ്രശ്നമില്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത്, നമുക്ക് 2 ഡിജിറ്റ് എടുത്താലും മതി. ഇനി 4 എടുത്ത് ചെയ്താലും തെറ്റൊന്നുമല്ല. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. അപ്പോൾ 766നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6 4s are 24, 2. ഇവിടെ നോക്ക്, ഡെസിമലിന് ശേഷം എത്ര അക്കം ഉണ്ട്? 3 അക്കം ഉണ്ട്. അപ്പോൾ ഇവിടെ ആൻസറിനും ഡെസിമലിന് ശേഷം 3 അക്കം വരണം. അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടിയല്ലോ. ഹൈറ്റ് എന്ന് പറയുന്നത് 3.064 ആണ് കിട്ടി. അപ്പൊ അതായത് ലംബം. അപ്പൊ നമുക്ക് വില ഇട്ട് കൊടുക്കാം. 1/2 × ബേസ് അഥവാ പാദം. പാദം എന്ന് പറയുന്നത് 6 ആണ്. 6 × ലംബം. ഈ റെഡ് കളറിൽ ലൈനിന്റെ നീളമാണ് 3.064. അപ്പൊ അതിന് 3.064 എന്ന് ഇട്ട് കൊടുക്കുക. ഈ 2ഉം 6ഉം കൂടെ ക്യാൻസൽ ചെയ്ത് 3 കിട്ടും. അപ്പം 3 × 3.064 കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 3s are 12, 6 3s are 18 plus 1 19, 3 0s are 0 plus 1 1, 3 3s are 9. അപ്പം 9.192 എന്ന് ആൻസർ കിട്ടിയല്ലോ. ഇതെന്താണ്? ഏരിയ ആണ് അഥവാ പരപ്പളവാണ്. സെന്റിമീറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ. ഇതെല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ആൻസറിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്രോക്സിമേറ്റ് വാല്യൂ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി വേറൊരു ത്രികോണം ഞാൻ തരാം. അതായത് ഇവിടെ എല്ലാ കോണുകളും 90 ചെറുതാണ്. ഇനി വേറൊരു ഞാൻ ത്രികോണം തരാം. ഈ ത്രികോണം ബൃഹത് ത്രികോണമാണ്. ഒരു കോണിന്റെ അളവ് 90 കൂടുതലാണ്. ഇവിടെയും നമുക്ക് ഏരിയ ആണ് കാണേണ്ടത് അഥവാ പരപ്പളവാണ് കാണേണ്ടത്. പരപ്പളവ് കാണാനുള്ള സമവാക്യം നമുക്കറിയാം. 1/2 × ബേസ് × ഹൈറ്റ് അഥവാ പാദം ഗുണം ലംബം അല്ലെ. ഇവിടെ നമുക്ക് ലംബം വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബേസിനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ബൃഹത് കോണാണ്. അപ്പൊ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഹൈറ്റ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ട് ഹൈറ്റ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. റെഡ് കളർ ലൈനാണ് ഹൈറ്റ് അഥവാ ലംബം. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന മട്ടത്രികോണം അതായത് റൈറ്റ് ട്രയാങ്കിൾ ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ പുറത്തായിപ്പോയി അല്ലെ. അപ്പം നമുക്ക് അതിനകത്ത് ഒരു കോണിന്റെ അളവ് തന്നിട്ടില്ല. പക്ഷെ നമുക്കറിയാം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, നേർരേഖയാണ്. നേർരേഖയിലെ കോണിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 180 ആണ്. നേരെ വരുമ്പം ഒരു പ്രൊട്രാക്ടർ പോലെയല്ലേ ഇരിക്കുന്നത്. 180. അതിൽ 130 ഈ അകത്തുണ്ട്. ബാക്കി എത്ര ഉണ്ട്? 50. അപ്പൊ ഈ 50 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 50ന്റെ നേരെ എതിർവശമല്ല ഇത് അല്ലെ. അപ്പൊ ഏതാണ് നമുക്ക് വേണ്ടത്? സൈൻ 50. സൈൻ 50 എന്ന് പറഞ്ഞാൽ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എതിർവശം ബൈ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ന്യൂസ്. ഇനി ഓപ്പോസിറ്റ് സൈഡ് അറിയത്തില്ല, അതിനെ എച്ച് എന്ന് എടുക്കാം. കർണമായിട്ടാണ് ഈ 4 സെന്റിമീറ്റർ കിടക്കുന്നത്. സൈൻ 50യുടെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു 0.766. അപ്പൊ ഇവിടെ ഹൈറ്റ് എത്ര കിട്ടി? 4 × 0.766. ഇത് എത്രയാണ്? 3.064 എന്ന് നമുക്ക് ഹൈറ്റ് കിട്ടി. അപ്പൊ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാമല്ലോ. 1/2 × ബേസ് എത്രയാണ്? 6 സെന്റിമീറ്റർ തന്നെയാണ്. അത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇതൊന്നും എടുക്കുന്നില്ല. ബേസ് മാറുന്നില്ല. ബേസ് 6 തന്നെ. എന്നിട്ട് ഹൈറ്റ് എത്രയാക്കി എടുത്തു? 3.064. ഇവിടെ ഇത് വെട്ടിപ്പോയല്ലോ. അപ്പൊ ആൻസർ എന്ത് തന്നെ കിട്ടി? ഇനി നമുക്ക് പേജ് നമ്പർ 110 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്.
ഇവിടെ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 8 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്റേഴ്സും. അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് 40 ഡിഗ്രി. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് അതിൻ്റെ ഏരിയ കാണണം. രണ്ടാമത്തെ പാർട്ട് അതേ സൈഡ് ലെങ്ത് മാറുന്നില്ല, പക്ഷേ ആംഗിള് 140 ആക്കി മാറ്റുമ്പോൾ ഉള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഫിഗറൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് രണ്ട് കേസിലും ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഫിഗർ നമുക്ക് ആദ്യം വരയ്ക്കാം. ഞാൻ ഇവിടെ രണ്ടിൻ്റെയും ഫിഗർ വരച്ചിട്ടുണ്ട്, ഫസ്റ്റും സെക്കൻഡും വരച്ചിട്ടുണ്ട്. നമുക്ക് ഏരിയ അഥവാ പരപ്പളവാണ് കാണേണ്ടത്. ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു പാദം ഗുണം ലംബം. ഇവിടെ പാദം രണ്ടിടത്തും 10ആണ്, ലംബമില്ല. ആദ്യം നമുക്ക് ലംബം വരയ്ക്കാം. ഈ റെഡ് കളറിൽ ഞാൻ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ ലംബം അഥവാ ഹൈറ്റ്. അപ്പോൾ ആ ഹൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ലംബം വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി രണ്ടിടത്തും. ഇനി ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ 40 ഡിഗ്രിയുടെ എതിർവശമാണ് ലംബം. അപ്പോൾ എതിർവശം ഓപ്പോസിറ്റ് സൈഡ് അത് വരുന്നത് ഏതാണ്? സൈൻ ആണ്. ആംഗിൾ എത്രയാണ്? സൈൻ 40 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം ബൈ ഹൈപ്പോട്ന്യൂസ് അഥവാ കർണം ആണല്ലോ. ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് അറിയത്തില്ല, ഈ റെഡ് കളർ ലൈൻ അറിയത്തില്ല, അതിനെ എച്ച് എന്ന് നമുക്ക് എടുക്കാം. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് അഥവാ കർണം. കർണം എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. ഈക്വൽ ടു സൈൻ 40. സൈൻ 40 നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആ ടേബിളിൽ 40യുടെ നേരെ ഒന്നാമത്തെ കോളം സൈൻ്റെ വാല്യൂ നോക്കുക. അപ്പോൾ അത് എത്രയാണ്? 0.6428. അപ്പോൾ ആ സൈൻ 40യുടെ അവിടെ നമ്മൾ ആ വാല്യൂ എഴുതുക, 0.6428. ഇനി നമുക്ക് ഹൈറ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഈ 8നെ ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടും. 8 ഇൻറ്റു 0.6428 ഈക്വൽ ടു, ഇപ്പോൾ 0.6428നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി സാധാരണ മൾട്ടിപ്ലിക്കേഷൻ തന്നെ ചെയ്യുക. അപ്പോൾ 5.1424 കിട്ടി. അപ്പം നമുക്ക് ഹൈറ്റേ കിട്ടിയിട്ടുള്ളൂ, അതായത് ഈ ഹൈറ്റ് അഥവാ ലംബമാണ് കിട്ടിയത്. ഇനി നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കണം. ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പാദം എത്രയാണ്? 10 ഇൻറ്റു ഹൈറ്റ് 5.1424. ഈ 2ഉം 10ഉം കൂടെ ക്യാൻസലായിട്ട് 5 വരും. അപ്പോൾ 5 ഇൻറ്റു 5.1424 ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 4s are 20, 5 2s are 10 plus 2, 12, 5 4s are 20 plus 1, 21, 5 1s are 5 plus 2, 7, 5 5s are 25. ഡെസിമൽ പോയിന്റ് ഇടുന്ന ശ്രദ്ധിച്ചിടുക. അപ്പോൾ 25.712 എന്ന ആൻസർ കിട്ടി. ഏരിയയാണ്, ഇതെല്ലാം സെൻറ്റിമീറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ. ഒന്നാമത്തെ ആൻസർ കിട്ടിയല്ലോ. ഇനി അതേപോലെ നമുക്ക് രണ്ടാമത്തെ കണ്ടുപിടിക്കണം. ഇവിടെ ലംബം വരച്ചു കഴിഞ്ഞപ്പോൾ, ഹൈറ്റ് വരച്ചു കഴിഞ്ഞപ്പം റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം ഈ തന്നിരിക്കുന്ന ത്രികോണത്തിന്റെ പുറത്തായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കോണൊന്നും നമുക്ക് തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഇതറിയാം, ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, നേർരേഖയാണ്. അപ്പോൾ ഇത് മുഴുവനും കൂടെ 180 ഇത്രയും 140 ആണെങ്കിൽ ഇത് 40 അല്ലേ? അപ്പോൾ ഈ 40ന്റെ എതിർവശമല്ലേ ഈ റെഡ് കളർ ലൈന് അല്ലേ? അപ്പോൾ സൈൻ 40 എടുത്താൽ മതി. അപ്പോൾ സൈൻ 40 ഈക്വൽ ടു എതിർവശം ബൈ കർണം. ഈ 40ന്റെ എതിർവശം അല്ലേ ഹൈറ്റ് എച്ച്, കർണം അതായത് ഈ മട്ടകോണിന്റെ നേരെ എതിരെ കിടക്കുന്ന 8 തന്നെയാണല്ലോ. ആംഗിളും മാറുന്നില്ല, സൈൻ 40 തന്നെയാണ്. അപ്പോൾ വാല്യൂ മാറുന്നില്ല. അപ്പോൾ നമ്മുടെ ഹൈറ്റ് ഇത് തന്നെയാണ് ഈ ട്രയാങ്കിളിലും. അതുകൊണ്ട് ആൻസർ സെയിം തന്നെയാണ്. രണ്ടായിട്ട് ഞാൻ എഴുതുന്നില്ല, ഫിഗർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. രണ്ടിൻ്റെയും സെയിം ആൻസർ തന്നെയാണ്.
അടുത്ത നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്. ഇവിടെ ഒരു റോംബസ് ആണ് തന്നിരിക്കുന്നത്. ആ റോംബസിൻ്റെ ഓരോ സൈഡ്സും 5 സെൻറ്റിമീറ്റർ ഈച്ചാണ്. അതിൽ ഒരു ആംഗിൾ 100 ഡിഗ്രി ആണ് എങ്കിൽ അതിൻ്റെ ഏരിയ കാണണം. റോംബസ് അഥവാ സമഭുജ സാമാന്തരികം, അതിൻ്റെ ഓരോ വശവും 5 സെൻറ്റിമീറ്റർ ആണ്. അതിലൊരു കോൺ 100 ഡിഗ്രിയുമാണെങ്കിൽ അതിൻ്റെ പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെയും പടവില്ല, അപ്പം നമുക്ക് പടം വരയ്ക്കണം. ഈ റോംബസ് എന്ന് പറയുമ്പോൾ എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു സാമാന്തരികമാണ്. ഓരോ വശവും 5 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു കോൺ 100 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. ഇവിടെ ഏരിയ അഥവാ പരപ്പളവാണ് കാണേണ്ടത്. ഏരിയ കാണാനുള്ള സമവാക്യം എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ് അഥവാ പാദം ഗുണം ലംബമാണ്. അല്ലേ? അപ്പോൾ പാദം ലംബം നമുക്ക് വരയ്ക്കണം. നമുക്ക് 2 തരത്തിൽ ഇതിനെ ലംബം വരയ്ക്കാം. ഇങ്ങനെ ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ലംബം വരച്ച് ഇവിടെ മട്ട കോൺ ആക്കി. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പുറത്താണ് ത്രികോണം, മട്ടത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അല്ലേ? നമുക്കറിയാം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ടോട്ടൽ 180 ആണ്. അകത്ത് 100 ആണെങ്കിൽ ഈ പുറത്ത് വരുന്ന എത്രയാണ്? 80 ആണ്. അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഹൈറ്റ് കാണാൻ വേണ്ടി ഈ 80ന്റെ എതിർവശത്താണ്. അപ്പോൾ സൈൻ 80 വേണം. സൈൻ 80 എന്ന് പറയുമ്പോൾ 80ന്റെ എതിർവശം ബൈ കർണം. ഓപ്പോസിറ്റ് സൈഡ് ഓഫ് 80 ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എതിർവശം ബൈ കർണം. അല്ലേ? അപ്പോൾ ഈ എതിർവശം എത്രയാണ് നമുക്ക് അറിയത്തില്ല. ഹൈറ്റ് h ആയിട്ട് എടുക്കുന്നു. ബൈ കർണം. കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഈ റൈറ്റ് ട്രയാങ്കിളിന് നേരെ ഓപ്പോസിറ്റ് എടുക്കുന്നത്. അത് 5 സെൻറ്റിമീറ്റർ ആണ്. ഇനി സൈൻ 80 കണ്ടുപിടിക്കണം. അപ്പോൾ 80ന് നേരെ ഒന്നാമത്തെ കോളത്തിൽ കിടക്കുന്ന വാല്യൂ ആണ് നോക്കേണ്ടത്. 0.9848 കണ്ടോ? 0.9848. ഇവിടെ ഹൈറ്റ് കാണാൻ വേണ്ടി ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം ഹൈറ്റ് h = 5 × 0.9848 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 0.9848 × 5. 8 5s are 40. 5 4s are 20 plus 4 24. 8 5s are 40 plus 2 42. അപ്പോൾ 4.9240 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് ഏരിയ ആണ് കാണേണ്ടത്, പരപ്പളവാണ് കാണേണ്ടത്. നമുക്ക് പാദം ഗുണം ലംബം, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് വേണ്ടത്. ബേസ് ഇവിടെ എത്രയാണ്? ബേസ് മാറുന്നില്ല. ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ നമ്മൾ ഇതിൻ്റെ ഏരിയ ആണ് കാണുന്നത്. അപ്പോൾ ഈ ബേസ് തന്നെ എടുക്കാവുള്ളൂ. അപ്പോൾ 5 × ഹൈറ്റ് എത്രയാണ് ഇപ്പോൾ കിട്ടിയത്? 4.9240. അപ്പോൾ 4.9240 4 എഴുതിയാലും മതി, 0 ലാസ്റ്റ് വേണ്ട. ഇൻറ്റു 5 ചെയ്യുക. 5 4s are 20. 5 2s are 10 plus 2 12. 9 5s are 45 plus 1 46. 5 4s are 20 plus 4 24. അപ്പോൾ ആൻസർ കിട്ടിയല്ലോ 24.62 സ്ക്വയർ സെൻറ്റിമീറ്റർ. അഥവാ ഇങ്ങനെ എഴുതാം, സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെ ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് വേറൊരു രീതിയിലും കൂടെ ഹൈറ്റ് വരയ്ക്കാമെന്ന്, അല്ലെ? അതും കൂടെ ഈ പടത്തിൽ തന്നെ കാണിച്ചു തരാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വേണമെങ്കിലും ഹൈറ്റ് വരയ്ക്കാമല്ലോ, ഇല്ലേ? അപ്പം നമ്മൾ ഇത് എടുക്കുന്നില്ല. ഇത് എടുക്കാതെ ഇവിടെ ഹൈറ്റ് വരച്ചു. അപ്പോൾ ഇവിടെ ഒരു മട്ടത്രികോണം കിട്ടിയല്ലോ, അല്ല? ഇതൊരു മട്ടത്രികോണം ആയല്ലോ. ഇനി ഈ കോണിൻ്റെ അളവ് ഇവിടെ ഒന്നുമില്ല. പക്ഷെ ഈ കോണിൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം അടുത്തടുത്തുള്ള 2 കോണുകളുടെ, അതായത് ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ അല്ലെങ്കിൽ റോംബസിൻ്റെ അടുത്തടുത്തുള്ള 2 ആംഗിളുകളുടെ തുക 180. അപ്പം ഇത് 100 ആണെങ്കിൽ ഇത് 80 ആയിക്കൊള്ളുമല്ലോ.
മനസ്സിലായില്ലേ? അപ്പോൾ 80ന്റെ നേരെ എതിർവശത്തല്ലേ ഇത് കിടക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇതേ സ്റ്റെപ്പ് തന്നെ വരും, ഇതേ ആൻസർ തന്നെ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഹൈറ്റ് എടുക്കാം. ഒന്നെങ്കിൽ ആദ്യം വരച്ച രീതിയിൽ അല്ല ഈ രീതിയിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ 2 ചോദ്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.